ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുന്ന കോഴിക്കോട് ബീച്ചിലാണ്. ഇവിടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ഓരോന്നിനും ഓരോ ഏരിയ ഉണ്ട്. ഇപ്പോൾ എഴുത്തുകാരെ കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഏരിയ ആണ് ഇത്. റോഡിൽ നിന്ന് എഴുത്തുകാരെ ഓരോ ഏരിയയിലേക്ക് എത്തിക്കുകയും തിരിച്ച് റോഡിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓട്ടോബസുകൾ ഇവിടെ സർവീസ് നടത്തുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. 6-ന് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KLF 2025 ജനുവരി 23 മുതൽ 26 വരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സമാപന ദിവസമാണ്. 26-ാം തീയതിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പരിപാടികളിൽ ഒന്നായ KLF-ൽ 1,50,000-ലധികം ആളുകൾ പങ്കെടുക്കുന്നു. KLF സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആശയങ്ങളുടെയും ഊർജ്ജസ്വലമായ ആഘോഷമാണ്. ഇതൊരു ചലഞ്ചാണ്. TMT കമ്പിയിൽ 2 കയ്യിൽ തൂങ്ങി നിന്നാൽ 2.5 മിനിറ്റ് തൂങ്ങി നിന്നാൽ അതിനൊരു ടീഷർട്ട് ഗിഫ്റ്റ് ഉണ്ട്. അതുകൂടാതെ 2 ഗ്ലാസും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഒരു ചലഞ്ചാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും നിന്ന് നോക്കി, പക്ഷേ ഒരുപാട് പേരുണ്ടായതിനെ കൊണ്ട് പിൻവാങ്ങി. പൈസ KLF-ൻ്റെ DC ബുക്സിൻ്റെ കൂടുതൽ DC ബുക്സിൻ്റെ ബുക്ക് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണിത്. മനുഷ്യന് ഒരു ആമുഖം എന്ന പുസ്തകത്തിലൂടെ മലയാളത്തിലെ ഒട്ടനവധി അവാർഡുകൾ സ്വന്തമാക്കിയ മലയാളിയുടെ മലയാള വായനക്കാരെ മനം കവർന്ന എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ സൈനിക സൃഷ്ടികളുണ്ട്. ഈ DC ബുക്സിൽ 300ഓളം പബ്ലിഷേഴ്സിൻ്റെ പുസ്തകങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇംഗ്ലീഷും മലയാളം അന്യഭാഷാ പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ്. അമേരിക്കയിൽ അങ്ങനെ യൂറോപ്പ് എല്ലാം ചേർന്ന അനേകം ഭൂഖണ്ഡം, ഇങ്ങനെ ചെറിയ ദേശം മുതൽ ഭൂഖണ്ഡം വരെ വളർന്നുപോയ ഒരു കഥയുടെ ചരിത്രം വംശ ചരിത്രമായി ഹിംസയുടെ സജീവമാണ്. അതിനപ്പുറം നിരവധിയായ വായനകൾ, എഴുതത്തെ സംബന്ധിക്കുന്ന വായനകൾ. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. പകൽ രാത്രിയോട് വിട പറയുന്ന സമയമാണ്. രാത്രിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫുഡ് കോർട്ടാണിത്. പൈമ്പരി, പൊരിച്ചോത്തിരി, ബോണ്ട.
ഇത് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. ഒരുപാട് ആയുർവേദ ചെടികളും അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരി. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഗതികൾ അല്ലേ? മെയിനായിട്ട് അതായത് ഈ ബോർഡ് തന്നെയാണ് അല്ലേ? ബോർഡ് ലാസ്റ്റ് ക്വാളിറ്റി ഉള്ള ബോർഡാണ് മാത്രം, അത് വേറെ വുഡിലും മെറ്റലിൻ്റെ ഫ്രെയിമൊന്നുമില്ല. ഇതൊരു കാർഡ് ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെയറാണ്, സോഫയാണ്. പക്ഷേ വേറെ ഒരു വിധത്തിലുള്ള ഒരു ഫ്രെയിമും ഇല്ല, ഇത് മാത്രമാണ്. ഇതാണ് ഒരു ഫ്രെയിമാക്കി വെച്ചിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുണ്ട് ശരിക്കും. ഇത് സെയിൽസ് കിട്ടും. ഇല്ല, ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ മെഷീനിങ് കാപ്പബിലിറ്റീസ് ജനങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ ഫാബ് ലാബാണ്. ശരി. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആളുകളെ ഒന്ന് അറിയിക്കാമെന്നുള്ളതാണ്. ഓക്കെ. എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് സിബിൻ. സിബിൻ. എവിടെ സ്ഥലം? കൊച്ചിയിലാണ്. നിങ്ങളെ യൂണിറ്റ് എവിടെ വരുന്നത്? ഞങ്ങളുടെ കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് അല്ലേ? ഇത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ശരിക്കും ഫാബ് ലാബ് ഒരു ഗവൺമെൻറ് ഫെസിലിറ്റിയാണ്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, അതിനൊരു പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജ് വരെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ടെക്നോളജിക്കൽ സപ്പോർട്ടാണ് നമുക്ക്. സപ്പോർട്ടാണ്. ഓക്കെ, ശരി. ഇത് കയറി കഴിഞ്ഞാൽ പല പല വഴികളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നാവിഗേറ്റ് ചെയ്തിട്ട് എത്തിക്കട്ടെ. അപ്പോൾ എന്ത് കണ്ടോ? അതാണ് നമ്മുടെ എക്സിറ്റ്. എന്ത് ചെയ്യണം? അവിടെ ഇത് കയറി കഴിയുമ്പോൾ എല്ലാവരും എന്താണ് പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരാണ് ഇമാജിൻ ചെയ്യാം. ഓക്കെ, പ്ലസ് ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ ലൈഫ് ചോയ്സസ് ഉണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് ഡിഗ്രി എടുത്തിട്ട് അങ്ങനെ പോവാം. നേരെ വയ്ക്കോ. ഈ KLFിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരക്ക് തന്നെയാണ്. ഒരുപാട് ജില്ലകളിൽ നിന്നുള്ള നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതൊരു പ്രോഗ്രാം നടക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെയാണ് ഗാനമേളയൊക്കെ ഉള്ളത്. ഇതൊരു വലിയൊരു സ്റ്റേജാണ്. ചെറിയൊരു സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാമും പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോ സ്റ്റോറി ഇടാന്നാണ്. അതില്ല, പാട്ടാണോ കണ്ടിട Since 1939. ആൾക്കാരല്ലേ? ചെറിയ ഫസ്റ്റിൽ ഒരുക്കിയ പാട്ടുവേദികൾക്ക് പുറമെ തന്നെ
വന്നുകൂടിയ ഇത് കാണാനെത്തിയ ഒരുപാട് പേര് ഓരോ ഏരിയകളിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് പാട്ടും മ്യൂസിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു പ്രത്യേകതയാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം. തള്ളല്ലേ തള്ളല്ലേ. ഗെയ്സ്, ഇപ്പോൾ സമയം രാത്രി 12 മണിയായി. തിരക്കൊഴിയാതെ KLF സജീവമായി കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.